ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈസ്രോയിമാരെ പറ്റി അറിയാമോ? നമുക്കിന്ന് അവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് കാനിങ് പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1856 മുതൽ 1862 വരെയാണ് കാനിങ് പ്രഭു ഭരണകാലഘട്ടമായിട്ട് വരുന്നത്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം പ്രകാരം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് നിയമിതൻ ആയിട്ടുള്ള വ്യക്തിയാണ് കാനിങ് പ്രഭു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും കൂടിയാണ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി, അതേപോലെ അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഹിന്ദു വിധവാ പുനർവിവാഹം നിയമം പാസാക്കിയത് കാനിങ് പ്രഭുവാണ്. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരാണ്? കാനിങ് പ്രഭു. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കാനിങ് ആണ്. ബംഗാളിൽ ഇൻഡിഗോ അല്ലെങ്കിൽ നീലം കലാപം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് പ്രവർത്തിച്ചതും കാനിങ് പ്രഭു ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളിൽ വൈറ്റ് മ്യൂട്ടിനി തുടങ്ങിയ വർഷം 1859. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളിൽ തന്നെ വൈറ്റ് മ്യൂട്ടിനി എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി തുടങ്ങിയത് 1859. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച വർഷം 1857 ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തായിരുന്നു. കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലുമൊക്കെയാണ് അന്ന് സർവകലാശാല ആരംഭിച്ചത്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം 1859. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച എന്നാണ്? 1859. ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ലോർഡ് കാനിങ് 1859 കൊണ്ടുവന്ന നിയമമാണ് ബംഗാൾ റെന്റ് ആക്ട്. ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവന്നത് കാനിങ് പ്രഭുവാണ്. വർഷം 1859. ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഈ ഒരു നിയമം പാസാക്കിയത്. അടിമ കച്ചവടം നിയമം വിരുദ്ധമാണെന്ന് പ്രസ്താവിച്ച നിയമമാണ് 1860 പീനൽ കോഡ്. 1860 പീനൽ കോഡ് എന്തിനെ പറ്റിയാണ്? അടിമ കച്ചവടം നിയമവിരുദ്ധമാക്കിയതാണ് 1860 പീനൽ കോഡ്. 23 അധ്യായങ്ങളും 511 വകുപ്പുകളും ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 1862 ജാനുവരി 1. 1862 ജാനുവരി 1 ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതിൽ 23 അധ്യായം 511 വകുപ്പുമാണ് ഉള്ളത്. ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്നാണ് ഈ നിയമം ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് 1860. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചതും 1860. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് 1860 അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജെയിംസ് വിൽസൺ. സർ ജെയിംസ് വിൽസൺ ആണ് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വകുപ്പ് തല ഭരണ സംവിധാനം നടപ്പിലാക്കിയത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 പ്രകാരമാണ്. വകുപ്പ് തല ഭരണ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്നാണ്? 1861. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നത് 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861. ഇന്ത്യൻ കൗൺസിൽ നിയമം നിലവിൽ വന്നത് 1861 തന്നെയാണ്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം, ഇന്ത്യൻ കൗൺസിൽ നിയമവും 1861 വന്നത്. ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി കാനിങ് ആണ്. ക്ലെമന്റ് കാനിങ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കാനിങ് പ്രഭുവിനെയാണ്. കാനിങ് പ്രഭുവിനെ എന്താണ് വിശേഷിപ്പിച്ചത്? ക്ലെമൻസി കാനിങ്. ക്ലെമൻസി കാനിങ് എന്ന് വിളിച്ചതും കാനിങ് പ്രഭുവിനെ തന്നെയാണ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് ബാബിങ്ടൺ മെക്കാളെ. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ്? തോമസ് ബാബിങ്ടൺ മെക്കാളെ. ഇന്ത്യയിൽ
വകുപ്പ് വിഭജന സമ്പ്രദായം, അതായത് പോർട്ട്ഫോളിയോ സമ്പ്രദായം നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി ആയിട്ടിരുന്നത് കാനിങ് പ്രഭു. പോർട്ട്ഫോളിയോ സമ്പ്രദായം, അതായത് ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. അടുത്ത എൽജിൻ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1862 1863 ഭരണകാലയളവ്. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയിയാണ് എൽജിൻ പ്രഭു. വഹാബി ലഹള എന്ന് പറയുന്ന ലഹള അടിച്ചമർത്തിയ വൈസ്രോയി എൽജിൻ പ്രഭു. 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയി എൽജിൻ പ്രഭു. 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിച്ചു എൽജിൻ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ എൽജിൻ പ്രഭുവാണ്. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ആയ ശേഷം ഇന്ത്യയുടെ വൈസ്രോയി ആയതും ലോർഡ് എൽജിനാണ്. കാനഡ പ്രവിശ്യയുടെ ഗവർണറായിട്ടാണ് ലോർഡ് എൽജിൻ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് വന്നത്. അടുത്തതായിട്ട് സർ ജോൺ ലോറൻസ് പ്രഭുവിനെ കുറിച്ച് നോക്കാം. സർ ജോൺ ലോറൻസ് പ്രഭു 1864-69 കാലയളവിൽ ഭരിച്ചു. 1864 മുതൽ 1869 വരെയാണ് സർ ജോൺ ലോറൻസ് പ്രഭുവിന്റെ ഭരണകാലയളവ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇമ്പീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സമയത്ത് വൈസ്രോയാണ് സർ ജോൺ ലോറൻസ് പ്രഭു. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇമ്പീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി സർ ജോൺ ലോറൻസ് പ്രഭു. സേവിയർ ഓഫ് പഞ്ചാബ് എന്നും ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നും അറിയപ്പെടുന്നത് ജോൺ ലോറൻസിനെയാണ്. സേവിയർ ഓഫ് പഞ്ചാബ്, ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നെല്ലാം അറിയപ്പെടുന്നത് ജോൺ ലോറൻസ്. യൂറോപ്പുമായിട്ട് ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ച വർഷം 1865 ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് യൂറോപ്പുമായിട്ട് ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചത് 1868 ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതി 1868. പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി നടപ്പിലാക്കിയ വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി നടപ്പിലാക്കിയത് സർ ജോൺ ലോറൻസ്. ഒറീസയിലും ബുന്ദേർഘട്ട് രാജപുത്താന മേഖലയിലും ക്ഷാമം പടർന്നു പിടിച്ച സമയത്ത് വൈസ്രോയി സർ ജോൺ ലോറൻസ്. ഒഡീസയിലും ബുന്ദേൽഖട്ട് രാജപുത്താന മേഖലയിലും ക്ഷാമം പടർന്നു പിടിച്ച സമയത്ത് വൈസ്രോയാണ് സർ ജോൺ ലോറൻസ്. ക്ഷാമത്തിന്റെ കാരണത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ നിയമിച്ച കമ്മീഷന്റെ തലവനായിട്ടിരുന്നത് ജോർജ് ക്യാമ്പ്ബെൽ ആണ്. ജോർജ് ക്യാമ്പ്ബെൽ ആയിരുന്നു ക്ഷാമത്തിന്റെ കാരണത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ നിയമിച്ച കമ്മീഷന്റെ തലവൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ജനതയുടെ മേലുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ക്രൗണിലേക്ക് മാറ്റുന്നു എന്ന് ലോർഡ് കാനിങ് വിളംബരം ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം അലഹാബാദ്. അടുത്തതായിട്ട് മേയോ പ്രഭുവിനെ കുറിച്ച് നോക്കാം. മേയോ പ്രഭുവിന്റെ ഭരണകാലയളവ് 1869 മുതൽ 1872 വരെയാണ്. 1869-72. മേയോ പ്രഭുവിനെ കുറിച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭുവാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭു. പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭു. പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് മേയോ പ്രഭുവിന്റെ കാലത്താണ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് മേയോ പ്രഭുവിന്റെ കാലത്ത് 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് മേയോ പ്രഭു പാസാക്കിയ വർഷം 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് മേയോ പ്രഭു പാസാക്കിയത് 1872. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയി മേയോ പ്രഭുവാണ്. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയി മേയോ പ്രഭു. ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ തുറമുഖത്ത് വെച്ച് ഷേർ അലി എന്ന തടവുകാരൻ മേയോ പ്രഭുവിനെ വധിച്ച വർഷം 1872. ഷേർ അലി എന്ന തടവുകാരൻ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ വെച്ചാണ് മേയോ പ്രഭുവിനെ വധിച്ചത്.
വർഷം 1872. കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് മേയോ പ്രഭുവാണ്. കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് മേയോ പ്രഭു. അടുത്തതായിട്ട് നോർത്ത് ബ്രൂക്ക് പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1872-76 അദ്ദേഹത്തിന്റെ കാലയളവ്. നോർത്ത് ബ്രൂക്ക് പ്രഭുവിനെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു വെയിൽസിലെ രാജകുമാരൻ, അതായത് ആൽബർട്ട് എഡ്വാർഡ് എന്ന രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആയിട്ടിരുന്നത് നോർത്ത് ബ്രൂക്ക് പ്രഭു ആയിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ സന്ദർശിച്ച വെയിൽസിലെ രാജകുമാരൻ ആരാണ്? ആൽബർട്ട് എഡ്വേർഡ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു നോർത്ത് ബ്രൂക്ക് പ്രഭു. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1875. സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വൈസ്രോയി ആണ് നോർത്ത് ബ്രൂക്ക് പ്രഭു. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്ക് പ്രഭു. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച വൈസ്രോയാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു. ബീഹാർ ക്ഷാമം, അതായത് 1873 മുതൽ 74 വരെ ബീഹാർ ക്ഷാമം നടന്നപ്പോൾ വൈസ്രോയ് ആയിട്ടിരുന്നതും നോർത്ത് ബ്രൂക്കാണ്. ബീഹാർ ക്ഷാമം 1873-74 നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് നോർത്ത് ബ്രൂക്ക്. അടുത്തതായിട്ട് ലിട്ടൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1876 മുതൽ 1880 വരെയാണ് ലിട്ടൺ പ്രഭു ഭരിച്ചത്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടത് ലിട്ടൺ പ്രഭുവിനെയാണ്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ ലിട്ടൺ പ്രഭു. ലോർഡ് ലിട്ടണിന്റെ തൂലികാനാമമാണ് ഓവൻ മെറിഡിത്ത്. ഓവൻ മെറിഡിത്ത് എന്ന തൂലികാനാമം ലോർഡ് ലിട്ടൺ പ്രഭുവിനാണ്. ലിട്ടൺ പ്രഭു ഡൽഹി ദർബാറിന് നേതൃത്വം നൽകിയ വർഷം 1877. ലിട്ടൺ പ്രഭുവിന്റെ നേതൃത്വത്തിലാണ് ഡൽഹി ദർബാർ നടന്നത്. വർഷം 1877. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായിട്ട് കുറച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്നും 19 കുറച്ചതാരാണ്? ലിട്ടൺ പ്രഭു. വിക്ടോറിയ രാജ്ഞിക്ക് എംബറസ് ഓഫ് ഇന്ത്യ പദവി നൽകിയ വർഷം 1877. വിക്ടോറിയ രാജ്ഞിക്ക് എംബ്രൈസ് മിസ് ഓഫ് ഇന്ത്യ, എംബറസ് ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയത് 1877. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ ആണ്. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് 1878. പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് 1878. രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത് 1878 തന്നെയാണ്. രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നതും 1878. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ലോർഡ് ലിട്ടൺ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ലോർഡ് ലിട്ടൺ ആയിരുന്നു. ആയുധ നിയമം നിലവിൽ വന്ന വർഷം 1878. ആയുധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1878. DARA പൂർണ്ണരൂപം ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റിക് റിലീഫ് ആക്ട്. അത് ലിട്ടൺ പ്രഭു പാസ്സാക്കിയത് 1879. ഡാറ എന്ന് പറയുന്ന ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റിക് റിലീഫ് ആക്ട് ലിട്ടൺ പ്രഭു ആണ് പാസ്സാക്കിയത്. വർഷം 1879. ഡൽഹിയിൽ ആദ്യമായിട്ട് രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു ആണ്. ഡൽഹിയിൽ ആദ്യമായിട്ട് രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ 3 തവണ രാജകീയ ദർബാർ നടന്നു. ഇന്ത്യയിൽ 3 തവണയാണ് രാജകീയമായിട്ടുള്ള ദർബാറുകൾ നടന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു. വർഷം 1872. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. വർഷം 1881. ഇന്ത്യയിൽ രാജകീയ ദർബാറുകൾ നടന്ന വർഷങ്ങൾ നോക്കാം. 1877, 1903, 1911 ഇന്ത്യയിൽ രാജകീയ ദർബാർ നടന്നത്. ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച്
വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്? ലിട്ടൺ പ്രഭുവിന്റെ കാലത്ത് ഡൽഹി ദർബാറിൽ വെച്ചാണ് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്. 1876 മുതൽ 78 വരെ മഹാക്ഷാമകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടിരുന്നത് ലിട്ടൺ പ്രഭുവാണ്. 1876-78 മഹാക്ഷാമകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ലിട്ടൺ പ്രഭു. മഹാക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ ലിട്ടൺ പ്രഭു നിയമിച്ച കമ്മീഷനാണ് ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷൻ. ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ലിട്ടൺ പ്രഭുവാണ്. അതെന്തിനു വേണ്ടി? മഹാക്ഷാമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് വന്നു. അടുത്തതായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നോക്കാം. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരെ? ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവിനെയാണ്. റീഡിംഗ് പ്രഭുവിനെയാണ് ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത്. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് ആര്? സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവാണ് മേയോ പ്രഭു. അടുത്തത് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവിനെയാണ്. ജനകീയനായ വൈസ്രോയി റിപ്പൺ പ്രഭു. ജനകീയനായിട്ടുള്ള വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കഴ്സൺ പ്രഭുവാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവിനെയാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവിനെയാണ്. അടുത്തതായിട്ട് റിപ്പൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1880 മുതൽ 1884 വരെ ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ടിരുന്നത് റിപ്പൺ പ്രഭുവാണ്. അദ്ദേഹത്തെയാണ് ജനകീയനായിട്ടുള്ള വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ജനകീയനായ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ലോർഡ് റിപ്പൺ ആണ്. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ. എന്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് വിലയിരുത്തുന്നു, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ലോർഡ് റിപ്പൺ. എന്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് വിലയിരുത്തുന്നു, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ലോർഡ് റിപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്ന വർഷം 1881. ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്നത് 1881. അദ്ദേഹത്തിന്റെ ഇമേജാണ് കൊടുത്തേക്കുന്നത്. ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് ഫാക്ടറി ആക്ട്. വർഷം 1881. ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം ഫാക്ടറി ആക്ട് 1881. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. റിപ്പൺ പ്രഭുവിന്റെ കാലത്തുണ്ടായ ഇൽബർട്ട് ബിൽ വിവാദം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നീതിന്യായ മേഖലയിലെ തുല്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് വന്ന ഇൽബർട്ട് ബിൽ എന്ന വിവാദം. ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കിയ വർഷം 1883. ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കിയത് 1883. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമമാണ് ഇൽബർട്ട് ബിൽ നിയമം. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമം ഇൽബർട്ട് ബിൽ നിയമം. അത് വന്നത് 1883. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. വർഷം 1881. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ WC പ്ലൗഡൺ. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? WC പ്ലൗഡർ ആണ്. WC പ്ലൗഡൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭു. വർഷം 1881. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരത്തിനായിട്ട് സർ വില്യം ഹണ്ടർ ചെയർമാനായിട്ടുള്ള കമ്മീഷൻ രൂപീകരിച്ചത് 1882. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരത്തിനായിട്ട് സർ വില്യം ഹണ്ടർ ചെയർമാനായിട്ടുള്ള കമ്മീഷൻ രൂപീകരിച്ചത് 1882. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം എന്നാണ്? 1882 പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സായിട്ട് ഉയർത്തിയതും ഇദ്ദേഹമാണ്.
സിവിൽ സർവീസ് പ്രായപരിധി 21 വയസ്സായിട്ട് ഉയർത്തി. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയത് റിപ്പൺ പ്രഭു ആണ്. അടുത്തതായിട്ട് ഡഫറിൻ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1884 മുതൽ 1888 വരെയാണ് ഡഫറിൻ പ്രഭുവിന്റെ കാലഘട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയാണ് ഡഫറിൻ പ്രഭു. അതായത് INC 1885 രൂപീകരിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നത് ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ഡഫറിൻ പ്രഭു ആണ്. അപ്പോൾ INCയെ എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് ഡഫറിൻ പ്രഭു വിളിച്ചത്. INC വന്നത് 1885 INCയെ കുറിച്ച് എന്താണ് വിശേഷിപ്പിച്ചത്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ബംഗാളിലെ കുടിയിരിപ്പ് നിയമം ബംഗാൾ ടെനൻസി ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്. ബംഗാളിലെ കുടിയിരിപ്പ് നിയമം ബംഗാൾ ടെനൻസി ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയി ആണ് ഡഫറിൻ പ്രഭു. വർഷം 1885. 1886 പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചതും ഡഫറിൻ പ്രഭു ആണ്. 1886 പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിച്ചത് ഡഫറിൻ പ്രഭു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ തലവൻ സർ ചാൾസ് ഐറ്റ്സൺ ആണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ തലവനാണ് സർ ചാൾസ് ഐറ്റ്സൺ. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയ് ഡഫറിൻ പ്രഭു ആണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആണ് ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭുവിന്റെ കാലത്ത് സ്ഥാപിതമായ പബ്ലിക് സർവീസ് കമ്മീഷന് നേതൃത്വം നൽകിയിരുന്നത് CU ഐറ്റ്സൺ ആണ്. CU ഐറ്റ്സൺ ആണ് ഡഫറിൻ പ്രഭുവിന്റെ കാലത്ത് സ്ഥാപിതമായ പബ്ലിക് സർവീസ് കമ്മീഷന് നേതൃത്വം നൽകിയത്. വർഷം 1886 ആണ്. അടുത്തതായിട്ട് ലാൻസ്ഡൗൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1888 മുതൽ 1894 വരെയാണ് ലാൻസ്ഡൗൺ പ്രഭുവിന്റെ ഭരണകാലം. രണ്ടാം ഫാക്ടറി നിയമം 1891 പാസാക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നത് ലാൻസ്ഡൗൺ പ്രഭു ആണ്. രണ്ടാം ഫാക്ടറി നിയമം 1891 പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. രണ്ടാം കൗൺസിൽ ആക്ട് പാസാക്കിയത് 1892 ആണ്. രണ്ടാം കൗൺസിൽ ആക്ട് പാസാക്കിയത് 1892. ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖപ്പെടുത്താനായിട്ട് ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ച വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭു ആണ്. ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖപ്പെടുത്താനായിട്ട് ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ച വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭു ആണ്. ഡ്യൂറന്റ് കമ്മീഷന്റെ തലവനായിട്ടിരുന്നത് മോർമിറ്റർ ഡ്യൂറന്റ് ആണ്. മോർമിറ്റർ ഡ്യൂറന്റ് ആണ് ഡ്യൂറന്റ് കമ്മീഷന്റെ തലവനായിട്ടുള്ളത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ച വൈസ്രോയി ആണ് ലാൻസ്ഡൗൺ പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ച വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭു ആണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമം മൂലം 12 വയസ്സായിട്ട് നിജപ്പെടുത്തി ദ ഏജ് ഓഫ് കൺസെന്റ് ബിൽ അവതരിപ്പിച്ച സമയത്ത് വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭു ആണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമം മൂലം 12 വയസ്സായിട്ട് നിജപ്പെടുത്തിയ ഏജ് ഓഫ് കൺസെന്റ് ബിൽ അവതരിപ്പിച്ച സമയത്ത് വൈസ്രോയ് ലാൻസ്ഡൗൺ പ്രഭു. അടുത്തതായിട്ട് എൽജിൻ പ്രഭു രണ്ടാമനെ കുറിച്ച് നോക്കാം. എൽജിൻ പ്രഭു രണ്ടാമന്റെ കാലം 1894 മുതൽ 1899 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് ലോർഡ് എൽജിൻ സെക്കൻഡ്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നത് ലോർഡ് എൽജിൻ സെക്കൻഡിനെയാണ്. രണ്ടാമത്തെ എൽജിൻ പ്രഭുവിനെയാണ് ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാൻ എൽജിൻ പ്രഭു നിയമിച്ച കമ്മീഷനാണ് ലിയാൽ കമ്മീഷൻ. വർഷം 1897. രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാൻ എൽജിൻ പ്രഭു നിയമിച്ച കമ്മീഷൻ ലിയാൽ കമ്മീഷൻ. 1896 ബോംബെ പ്ലേഗ് സമയത്ത് വൈസ്രോയി ആയിട്ടിരുന്നത് എൽജിൻ പ്രഭു ആണ്. എൽജിൻ സെക്കൻഡ് പ്രഭു ആണ്. 1896 ബോംബെ പ്ലേഗ് സമയത്ത് വൈസ്രോയി എൽജിൻ സെക്കൻഡ്. ചബേഗാർ സഹോദരങ്ങളാൽ WC റാൻഡും കേണൽ ഐറ്റേഴ്സും കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എൽജിൻ പ്രഭു സെക്കൻഡ് ആണ്. ചബേഗാർ സഹോദരങ്ങളാൽ
WC റാൻഡും കേണൽ അയേഴ്സും കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നത് എൽജിൻ പ്രഭു സെക്കൻഡ്. എൽജിൻ സെക്കൻഡിന്റെ ഭരണകാലത്ത് വധിക്കപ്പെട്ട പൂനെയിലെ പ്ലേഗ് കമ്മീഷണറാണ് WC റാൻഡ്. എൽജിൻ സെക്കൻഡിന്റെ ഭരണകാലത്താണ് പൂനെയിലെ പ്ലേഗ് കമ്മീഷണറായിട്ടുള്ള WC റാൻഡിനെ ചബേഗാർ സഹോദരങ്ങൾ വധിച്ചത്. ചബേഗാർ ബ്രദേഴ്സ് റാൻഡിനെ കൊലപ്പെടുത്തിയത് 1897 ജൂൺ മാസം 22. ചബേഗാർ സഹോദരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചബേഗാർ സഹോദരന്മാർ ദാമോദർ ഹരിചപേക്കറും ബാലകൃഷ്ണ ഹരിചപേക്കറും ആണ്. ദാമോദർ ഹരിചപേക്കർ, ബാലകൃഷ്ണ ഹരിചപേക്കറുമാണ് ചബേഗാർ സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദു ധർമ്മ സംഘർഷിണി സഭ ആരംഭിച്ചത് ചബേഗാർ സഹോദരന്മാരാണ്. അപ്പോൾ ചബേഗാർ സഹോദരന്മാരുടെ ആരംഭിച്ചതാണ് ഹിന്ദു ധർമ്മ സംഘർഷിണി സഭ. അടുത്തതായിട്ട് കഴ്സൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിന്റെ ഭരണകാലം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയാണ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു ആണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവിനെയാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു നിയമിച്ച പോലീസ് കമ്മീഷന്റെ തലവൻ ആരാണ്? ആൻഡ്രൂ ഫ്രേസർ. പോലീസ് കമ്മീഷന്റെ തലവനായിട്ടിരുന്നത് ആൻഡ്രൂ ഫ്രേസർ ആണ്. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവ സ്ഥാപിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവ സ്ഥാപിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂറിൽ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയ് കഴ്സൺ പ്രഭു. യൂണിവേഴ്സിറ്റി കമ്മീഷനെ 1902 നിയമിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭു. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. ഇപ്പൊ എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റി കമ്മീഷനെ 1902 നിയമിച്ച വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്. ഇനി യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ ആരാണ്? തോമസ് റാലി. യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവനായിട്ടിരുന്നത് തോമസ് റാലിയാണ്. തോമസ് റാലി. 2 പോയിന്റ് നോക്കാം. കോൺഗ്രസിന്റെ സമാധാനപരമായിട്ടുള്ള മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കഴ്സൺ പ്രഭു. അതേപോലെ എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ രാജ്യത്തെ ഭരിക്കും എന്ന് പറഞ്ഞതും കഴ്സൺ പ്രഭുവാണ്. ഒന്നുകൂടെ പറയാം. കോൺഗ്രസിന്റെ സമാധാനപരമായിട്ടുള്ള മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്നും അതേപോലെ എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ ഭരിക്കും എന്നും പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1904. ഇദ്ദേഹത്തിന്റെ കാലത്താണ് പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത് ലോർഡ് കഴ്സൺ തന്നെയാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും സ്ഥാപിച്ചത് ലോർഡ് കഴ്സൺ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേയെ വേർതിരിച്ച വൈസ്രോയ് ലോർഡ് കഴ്സൺ ആണ്. പൊതുമരാമത്ത് വകുപ്പിലായിരുന്ന റെയിൽവേ വേർതിരിച്ച വൈസ്രോയ് ലോർഡ് കഴ്സൺ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയ് ലോർഡ് കഴ്സൺ ആണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ വൈസ്രോയ് ലോർഡ് കഴ്സൺ. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ ആണ്. റൊണാൾഡ് ഷേ എഴുതിയ പുസ്തകമാണ് ദ ലൈഫ് ഓഫ് എ ലോർഡ് കഴ്സൺ. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം രചിച്ചത് റൊണാൾഡ് ഷേ. 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് കഴ്സൺ പ്രഭു. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് കഴ്സൺ പ്രഭു. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയൽ പ്രൊവിൻസ് 1901 രൂപീകരിച്ച വൈസ്രോയും കഴ്സൺ പ്രഭുവാണ്.
നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയൽ പ്രൊവിൻസ് 1901 രൂപീകരിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. ലോർഡ് ക്ലിച്ചനറുമായും ഒത്തുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയാണ് കഴ്സൺ പ്രഭു. ലോർഡ് കിച്ചനറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് പുറത്തുപോയ വൈസ്രോയ് കഴ്സൺ പ്രഭു. പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ, ചൈന എന്ന കൃതിയുടെ രചയിതാവും കഴ്സൺ പ്രഭുവാണ്. പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ, ചൈന എന്ന കൃതിയുടെ രചയിതാവ് കഴ്സൺ പ്രഭു. അടുത്തതായിട്ട് മിൻജോ സെക്കൻഡിനെ കുറിച്ച് നോക്കാം. 1905 മുതൽ 1910 വരെയാണ് മിൻജോ സെക്കൻഡിന്റെ ഭരണകാലം. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു മിൻജോ സെക്കൻഡ്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നത് മിൻജോ സെക്കൻഡ് ആണ്. സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം എന്നാണ്? 1905 സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് 1905. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴും ഇന്ത്യയുടെ വൈസ്രോയ് മിൻജോ സെക്കൻഡ് ആയിരുന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് മിൻജോ സെക്കൻഡ്. സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് മിൻജോ സെക്കൻഡ്. സ്വദേശി പ്രസ്ഥാനം എന്നാണ്? 1905. സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നുമായിട്ട് 1907 പിരിഞ്ഞ സമയത്തെ വൈസ്രോയ് മിൻജോ സെക്കൻഡ് ആണ്. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റില്ലേ, 1907 നടന്ന സൂററ്റ് സ്പ്ലിറ്റിനെ തുടർന്നാണ് കോൺഗ്രസ് മിതവാദിയും തീവ്രവാദിയായിട്ട് പിരിഞ്ഞത്. അന്ന് വൈസ്രോയ് ആയിട്ടിരുന്നതും മിൻജോ സെക്കൻഡ് ആണ്. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ചെംസ്ഫോർഡ്. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് റിപ്പൺ പ്രഭു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പൺ പ്രഭുവാണ് നിയമിച്ചത്. മുസ്ലിം ലീഗ് രൂപീകൃതമായപ്പോൾ വൈസ്രോയ് ആയിട്ടിരുന്നതും മിൻജോ സെക്കൻഡ് ആണ്. മുസ്ലിം ലീഗ് രൂപീകൃതമായപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് മിൻജോ സെക്കൻഡ്. മിൻജോ മോർലി ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെടുന്ന പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. മിൻജോ മോർലി ഭരണപരിഷ്കാരങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. അടുത്തതായിട്ട് ഹാർഡിഞ്ച് സെക്കൻഡിനെ കുറിച്ച് നോക്കാം. 1910 മുതൽ 1916 വരെയാണ് ഹാർഡിഞ്ച് സെക്കൻഡ് വൈസ്രോയ് ആയിട്ടിരുന്നത്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയാണ് ഹാർഡിഞ്ച്. ഹാർഡിഞ്ചിന്റെ നേതൃത്വത്തിലാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് 1911 ഡിസംബർ 12 ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1912. 1912 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റിയത്. ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് ഡൽഹിയെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1931 ഫെബ്രുവരി 13. 1931 ഫെബ്രുവരി 13 ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം. ജോർജ് 5ാമൻ രാജാവിന് വേണ്ടി ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ച വർഷം 1911. ജോർജ് 5ാമൻ രാജാവിന് വേണ്ടിയാണ് ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ചത്. 1911. ഇന്ത്യൻ പ്രതിരോധ നിയമം പാസാക്കപ്പെട്ട വർഷം 1915. ഇന്ത്യൻ പ്രതിരോധ നിയമം 1915. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം 1915 ജാനുവരി 9. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഇദ്ദേഹത്തിന്റെ കാലത്ത് 1915 ജാനുവരി 9. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹാർഡിഞ്ച് 2ാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം റാഷ് ബിഹാരി ബോസ്. ഡൽഹി ഗൂഢാലോചന 1912 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ്? റാഷ് ബിഹാരി ബോസ്. മൈ ഇന്ത്യൻ ഇയേഴ്സ് 1910 മുതൽ 16 എന്ന കൃതിയുടെ രചയിതാവാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ഹാർഡിഞ്ച് സെക്കൻഡിന്റെ ഒരു കൃതിയാണ് മൈ ഇന്ത്യൻ ഇയേഴ്സ് 1910 മുതൽ 16. ഹാർഡിഞ്ച് സെക്കൻഡ്. അടുത്തതായിട്ട് ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1916 മുതൽ 1921 വരെയായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയത് ചെംസ്ഫോർഡ് പ്രഭു.
1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല വന്നത്. അന്ന് ഇന്ത്യയിലെ വൈസ്രോയ് ചെംസ്ഫോർഡ് പ്രഭു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയും ചെംസ്ഫോർഡ് പ്രഭു ആണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തും ചെംസ്ഫോർഡ് പ്രഭു ആണ് വൈസ്രോയ് ആയിട്ടിരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ചെംസ്ഫോർഡ് പ്രഭു ആണ്. എന്തൊക്കെ? ഖിലാഫത്ത് പ്രസ്ഥാനവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ചെംസ്ഫോർഡ് പ്രഭു ആണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ലക്നൗ സന്ധി 1916 ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ലക്നൗ സന്ധി 1916 ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1917. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭു 1917. ഇന്ത്യക്കാർക്ക് ഒരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ ഉറപ്പ് നൽകിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് പ്രഖ്യാപനം, ആഗസ്റ്റ് ഡിക്ലറേഷൻ. ഇന്ത്യക്കാർക്കൊരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ ഉറപ്പ് നൽകിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് പ്രഖ്യാപനം. ആഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗ്. ആഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗ് ആണ്. ആഗസ്റ്റ് പ്രഖ്യാപനം പ്രകാരം നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നാണ്. ആഗസ്റ്റ് പ്രഖ്യാപന പ്രകാരം നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അറിയപ്പെടുന്നതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി 1882 രൂപം കൊണ്ട കമ്മിറ്റിയുടെ തലവൻ വില്യം വിൽസൺ ഹണ്ടർ ആണ്. വില്യം വിൽസൺ ഹണ്ടറിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി 1882 രൂപം കൊണ്ട ഒരു കമ്മിറ്റിയുടെ തലവനാണ് വില്യം വിൽസൺ ഹണ്ടർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവൻ ലോർഡ് ഹണ്ടർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവൻ ലോർഡ് ഹണ്ടർ ആണ്. കരി നിയമം എന്നറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് 1919 പാസാക്കിയ സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. കരി നിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ടിനെയാണ്. അതെന്നാണ്? വർഷം 1919. അത് പാസാക്കിയ സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. അടുത്തതായിട്ട് റീഡിംഗ് പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1921 മുതൽ 1926 വരെയാണ് റീഡിംഗ് പ്രഭുവിന്റെ ഭരണകാലം. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. ജൂത വൈസ്രോയി. ചൗരി ചൗര സംഭവം 1922 നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നത് റീഡിംഗ് പ്രഭുവാണ്. ചൗരി ചൗര സംഭവം 1922 നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. സ്വരാജ് പാർട്ടി 1923. ചൗരി ചൗര സംഭവം 1922. അടുത്തതായിട്ട് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയും റീഡിംഗ് പ്രഭുവാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭു. കാക്കോരി ട്രെയിൻ കവർച്ച നടന്ന വർഷം 1925. കാക്കോരി ട്രെയിൻ കവർച്ച നടന്ന വർഷം 1925 ആണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷവും 1925 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1925. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതായത് RSS സ്ഥാപിതമായ വർഷവും 1925. രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS രൂപീകൃതമായ വർഷം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം, കാക്കോരി ട്രെയിൻ കവർച്ച നടന്ന വർഷം എല്ലാം 1925. റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും വേർതിരിക്കപ്പെട്ടത് റീഡിംഗ് പ്രഭുവിന്റെ കാലത്താണ്. റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റെന്നും വേർതിരിക്കപ്പെട്ടത് റീഡിംഗ് പ്രഭുവിന്റെ കാലത്താണ്. ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയാണ് റീഡിംഗ് പ്രഭു. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ റീഡിംഗ് പ്രഭു നിയമിച്ചത്. റൗലറ്റ് ആക്ട് റദ്ദ് ചെയ്ത വൈസ്രോയും റീഡിംഗ് പ്രഭുവാണ്. റൗലറ്റ് ആക്ടിനെ റദ്ദ് ചെയ്തത് റീഡിംഗ് പ്രഭു. ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചത് റീഡിംഗ് പ്രഭു ആണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചത്.
അടുത്തതായിട്ട് ഇർവിൻ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1926 മുതൽ 1931 വരെയാണ് ഇർവിൻ പ്രഭുവിന്റെ ഭരണകാലം. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. ക്രിസ്ത്യൻ വൈസ്രോയ് ഇർവിൻ പ്രഭുവിനെയാണ് അറിയപ്പെടുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1928 ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് 1928. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷം 1929 ഇദ്ദേഹത്തിന്റെ കാലത്ത്, ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് 1929 പ്രഖ്യാപിച്ചത്. ശാരദാ നിയമം പാസാക്കിയ വർഷം 1929 ശാരദാ നിയമം 1929. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉമായിട്ട് നിജപ്പെടുത്തിയ നിയമമാണ് ശാരദാ നിയമം. ശാരദാ നിയമം എന്താണ്? പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം 18ഉം 14ഉമായിട്ട് നിജപ്പെടുത്തിയ നിയമം. ശാരദാ നിയമം നടപ്പിലാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഹർബിലാസ് ശാർദ ആണ്. ശാരദാ നിയമം നടപ്പിലാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഹർബിലാസ് ശാർദ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. ദണ്ഡി യാത്ര നടന്ന വർഷവും 1930. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ സന്ധി, ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നെല്ലാം അറിയപ്പെടുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാണ് 1931. രാഷ്ട്രപതി ഭവനിലെ ആദ്യത്തെ താമസക്കാരനും ഇർവിൻ പ്രഭു ആയിരുന്നു. രാഷ്ട്രപതി ഭവനിലെ ആദ്യത്തെ താമസക്കാരനായിരുന്നു ഇർവിൻ പ്രഭു. അടുത്തതായിട്ട് വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1931 മുതൽ 36 വരെയാണ് വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ ഭരണകാലം. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 2ാമത്തെ 3ാമത്തെ വട്ടമേശ സമ്മേളനം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. പൂഞ്ഞ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ. റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലത്താണ്. കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപീകൃതമായതും 1934 ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപീകൃതമായത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ സമയത്ത് വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ആ സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ വൈസ്രോയിയും വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. 1917 ആഗസ്റ്റ് ഡിക്ലറേഷൻ അവതരിപ്പിച്ചത് എഡ്വിൻ മൊണ്ടേഗു ആണ്. 1917 ആഗസ്റ്റ് ഡിക്ലറേഷൻ അവതരിപ്പിച്ചത് എഡ്വിൻ മൊണ്ടേഗു. 1940 ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1940 ആഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ചത് ലിൻ ലിത്ഗോ പ്രഭുവാണ്. അപ്പോൾ ലിൻ ലിത്ഗോ പ്രഭുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. 1936 മുതൽ 1943 വരെയാണ് ലിൻ ലിത്ഗോ പ്രഭുവിന്റെ ഭരണകാലം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി ആണ് ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയിട്ട് ഭരണം നടത്തിയത്. ആഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച വർഷം 1940 ലിൻ ലിത്ഗോ പ്രഭുവാണ്. 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നതും ലിൻ ലിത്ഗോ പ്രഭുവാണ്. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും ഇന്ത്യയുടെ വൈസ്രോയി, ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആണ്. അടുത്തതായിട്ട് ബേവൽ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1943 മുതൽ 1947 വരെയാണ് ബേവൽ പ്രഭുവിന്റെ ഭരണകാലം. 1943-47. ഇന്ത്യൻ നാവിക കലാപം 1946 ആരംഭിക്കുമ്പോൾ വൈസ്രോയി ആയിട്ടിരുന്നത് ബേവൽ പ്രഭുവാണ്. ഇന്ത്യൻ നാവിക കലാപം
1946 ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭു. സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വർഷം 1945 വേവൽ പ്രഭുവാണ്. സിംല കോൺഫറൻസ് വർഷം 1945. ക്യാബിനറ്റ് മിഷൻ വർഷം 1946. ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭു. ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായ വർഷം 1946 സെപ്റ്റംബർ 2. ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായ വർഷം 1946 സെപ്റ്റംബർ 2. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷവും 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1946. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ സമയത്ത് വൈസ്രോയി ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. അടുത്തതായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 1947 മുതൽ 48 വരെയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ടിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ കൂടിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ നോക്കാം. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ ജൂൺ 3 പദ്ധതി എന്നും ബാൽക്കൺ പദ്ധതി എന്നും ഡിക്കി ബോർഡ് എന്നും അറിയപ്പെടുന്നു. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അറിയപ്പെടുന്നത് ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പദ്ധതി, ഡിക്കി ബോർഡ് പ്ലാൻ എന്നും അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയെ തന്നെയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്റ്റാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ടത്. 1979 അയർലാൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. 1979 അയർലാൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. 1947 മുതൽ 48 വരെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എന്താണ് വിളിച്ചത്? ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പദ്ധതി, ഡിക്കി ബോർഡ് പ്ലാൻ എന്നും അറിയപ്പെടുന്നു. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1979 അയർലാൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സി രാജഗോപാൽ ആചാര്യയെ കുറിച്ച് കൂടി നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സി രാജഗോപാൽ ആചാരി 1948 മുതൽ 50 വരെയാണ് സി രാജഗോപാൽ ആചാരി വൈസ്രോയി ആയിട്ടിരുന്നത്. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനാണ് സി രാജഗോപാൽ ആചാരി. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ സി രാജഗോപാൽ ആചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തതും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ രണ്ടാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വൈസ്രോയിമാരെയും ഒറ്റ വീഡിയോ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.